മ്യാൻമാറിന്റെ ഭാഗമായിട്ടുള്ള റഖൈൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റിന്റെ മെജോറിറ്റി എന്ന് പറയുന്നത് അവിടെയുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള എത്നിക് വിഭാഗമായിട്ടുള്ള അരാക്കൻ ഗ്രൂപ്പിന്റെ ഒരു മിലിറ്ററി വിങ് ഉണ്ട്. എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അരാക്കൻ ആർമി. ഈ അരാക്കൻ ആർമി മ്യാൻമാറിലുള്ള ഓൾമോസ്റ്റ് ഇവരുടെ ഈ ഒരു റീജിയണിലുള്ള ഓൾമോസ്റ്റ് മ്യാൻമാർ സൈന്യത്തെയും അവിടെ നിന്ന് തുരത്തിയിട്ട് ഇപ്പോൾ ഈ ഒരു റീജിയൺ, ബംഗാൾ ഉൾക്കടലിന്റെ അതിർത്തി ഭാഗത്തേക്ക് വരുന്ന ഈ ഒരു റീജിയൻ, റഖൈൻ സ്റ്റേറ്റിലെ ഈ ഒരു റീജിയൺ ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഇവരിപ്പോ ബംഗ്ലാദേശിലെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഏറെക്കുറെ അതിന് സ്ഥിരീകരണമുണ്ട് കേട്ടോ. അതായത് ഇത് വെറുതെ വരുന്നൊരു വാർത്തയല്ല. ഇവർ ബംഗ്ലാദേശിന്റെ അതിർത്തിയിലേക്ക് കയറിയിട്ടുണ്ടെന്ന് തന്നെയാണ് സൂചന. ഇത് സംബന്ധിക്കുന്ന ഒരുപാട് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ചിലരെങ്കിലും പറയുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം അവർക്കിതിൽ പങ്കുണ്ട് എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. 2024 മാർച്ചിൽ ഈ അരാക്കൻ ആർമിയുടെ നേതാക്കള് ഒരു ഇന്ത്യൻ ഡെലിഗേഷനുമായിട്ടൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത് കൺഫേം ആണ്. ഒരു രാജ്യസഭാ മെമ്പറുമായിട്ട് ഇവർ ചർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മ്യാൻമാറിനുള്ളിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർമിയാണ് ഈ അരാക്കൻ ആർമി എന്ന് പറയുന്നത്. ഇവരും ഇന്ത്യയും തമ്മിൽ എന്തിനാണ് ചർച്ച നടത്തിയത്? ഇതാണ് ഇപ്പോൾ ഈ ചോദ്യമായിട്ട് ഉയരുന്നത്. അപ്പൊ ഇതില് ഇന്ത്യക്ക് എന്തൊക്കെയോ പങ്കുണ്ടെന്ന തരത്തിൽ ബംഗ്ലാദേശികളും ആരോപിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഈ മ്യാൻമാറിൽ ഇപ്പോൾ ഈ അരാക്കൻ ആർമിക്ക് സ്വാധീനമുള്ള റഖൈൻ സ്റ്റേറ്റിൽ ഒരു പോർട്ട് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുണ്ട്. സിറ്റ്വേ പോർട്ട് എന്നാണിത് അറിയപ്പെടുന്നത്. സിറ്റ്വേ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ്. ഏകദേശം 2016 ഇവിടെ ഇന്ത്യ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. സോ ഈ പോർട്ടുമായി ബന്ധപ്പെടുത്തി ഒരു വലിയ പ്രോജക്റ്റ് തന്നെ ഇന്ത്യ ഇവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. കലാഡൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സോ ഈ പോർട്ട് നടത്തിക്കൊണ്ട് പോകേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്, ഈ ഒരു പ്രോജക്റ്റ്. അതുകൊണ്ടാണ് സിറ്റ്വേ പോർട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമാണ്. ഈ ഒരു പ്രോജക്റ്റിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നെന്ന് പറയുന്നത് ഇത് ഏകദേശം $484 മില്യൺ വരുന്ന ഒരു പ്രോജക്റ്റാണ്. ഇന്ത്യയുടെ കൊൽക്കട്ട സീ പോർട്ടിൽ നിന്ന് ഈ സിറ്റ്വേ സീ പോർട്ടിനെ കണക്ട് ചെയ്യുന്ന ഒരു വലിയ പ്രോജക്റ്റ് ആണ്. അപ്പൊ കൊൽക്കട്ടയിൽ നിന്ന് ചരക്ക് നീക്കം നേരെ പോകുന്നത് എവിടേക്കായിരിക്കും? സിറ്റ്വേ പോർട്ടിലേക്കായിരിക്കും. സിറ്റ്വേ പോർട്ടിൽ നിന്ന് ഇത് നേരെ മ്യാൻമാറിലെ തന്നെ ചിൻ സ്റ്റേറ്റിലൂടെ കലാഡൻ റിവറിലൂടെ ബോട്ട് റൂട്ടിലൂടെ നേരെ മിസോറാമിലേക്ക് എത്തും എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്ക് ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിലാക്കാനും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനം വേഗത്തിലാക്കാനും ഒക്കെ വളരെയധികം സഹായകരമാകുന്ന ഒരു പ്രോജക്റ്റാണ് കലാഡൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. കടലിലൂടെയും അതുപോലെ പിന്നീട് റോഡിലൂടെയും ഒക്കെ തുടരുന്ന ഒരു വലിയ മിഷനാണിത്. വളരെ നേരത്തെ തന്നെ ഇന്ത്യ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രോജക്റ്റ് ആണെങ്കിലും ചിൻ കോൺഫ്ലിക്റ്റ് കാരണവും രോഹിംഗ്യൻ പ്രശ്നങ്ങൾ കാരണവും ഒക്കെ ഇത് നീണ്ടുപോയി. അപ്പോൾ ഇപ്പോഴത്തെ ഈ അരാക്കൻ ആർമി ഉണ്ടല്ലോ, അവർ ഇന്ത്യക്ക് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഫുൾ സപ്പോർട്ട് ഇപ്പോൾ നൽകാമെന്ന് നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സോ ഇവരുടെ സപ്പോർട്ട് ഇന്ത്യക്കുണ്ട്. അരാക്കൻ ആർമിക്ക് പരോക്ഷമായിട്ട് ഇന്ത്യ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെയും വന്നിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇന്ത്യക്ക് അവിടെ പല ഇൻട്രസ്റ്റുമുണ്ട്. അരാക്കൻ ആർമിയെ വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, ചിലരെങ്കിലും ആക്ഷേപിക്കുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വലിയ പങ്ക് ഇവരുടെ ഒരു മുന്നേറ്റത്തിലുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ അരാക്കൻ ആർമിയാണ് ബംഗ്ലാദേശ് അതിർത്തികളിലേക്ക് ഇപ്പോൾ കുറെ പ്രദേശങ്ങൾ കയറി പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ള വാർത്തകളും വരുന്നത്. അവിടെ ഇന്ത്യയുടെ ഒരു റിവഞ്ച് ആണ് ഇന്ത്യ അരാക്കൻ ആർമി യൂസ് ചെയ്ത് നടത്തിയത് എന്നുള്ള തരത്തിലും വാർത്തകളുണ്ട്. അതായത് നേരത്തെ US ഉൾപ്പെടെ പല രാജ്യങ്ങൾക്കും മ്യാൻമാറിൽ പല ഇൻട്രസ്റ്റുകളും ഉണ്ടെങ്കിലും അതുക്കും മേലെ കയറി കളിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഗെയിം സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ വിഷയത്തിലുള്ള ഇടപെടലായിക്കോട്ടെ അല്ലെങ്കിൽ ഏജൻസികളുടെ ഇടപെടലായിക്കോട്ടെ, ഇതൊന്നും പബ്ലിക്കലി അവൈലബിൾ പോലുമല്ല, ആർക്കും അറിയില്ല. ഇപ്പൊ തന്നെ ഇങ്ങനെ ചില സൂചനകളിലൂടെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യ എത്രത്തോളം ഇത്തരം വിഷയങ്ങളിൽ ഇൻവോൾവ് ആണെന്നുള്ളത് ആർക്കും അറിയില്ല. അതാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം. സോ ഈ മ്യാൻമാർ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ്. അവിടെ ഒരു ആഭ്യന്തര സംഘർഷം നടക്കുമ്പോൾ ഇന്ത്യ വെറുതെ ഇരിക്കുമോ? ഉറപ്പായിട്ടും ഇന്ത്യ അതിനകത്ത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇടപെടും. ബംഗ്ലാദേശിലെ കാര്യത്തിലും അത് തന്നെയാണ്. ഇങ്ങനെയാണ് ഇന്ത്യ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇന്ത്യ ഏജൻസീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ട് നടക്കില്ല നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നുള്ള പരിപാടിയൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇരു ചെവി അറിയാതെ ഒരു സൈഡിൽ കൂടി അതങ്ങ് നടക്കും. അതാണ് ഇന്ത്യ ഗവൺമെന്റ് പ്രതികരിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ആയുധം എടുത്ത് അങ്ങ് നേരിട്ട് പോയി യുദ്ധം ചെയ്തല്ല പ്രതികരിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് പ്രതികരിക്കാൻ, ഒരു വിഷയത്തിൽ ഇടപെടാൻ ഒരുപാട് വഴികളുണ്ട്. അതിലൊരു വഴിയായിരിക്കാം ചിലപ്പോൾ അരാക്കൻ ആർമി എന്ന് പറയുന്ന ഈ AA ഗ്രൂപ്പ്. അവരെന്തായാലും ഇന്ത്യയുമായിട്ട് നല്ല ടേംസിലാണെന്നുള്ളത് കൺഫേം ആണ്. ആക്ച്വലി ഇന്ത്യയുടെ ഈ മൂവില് വെസ്റ്റേൺ രാജ്യങ്ങൾ പോലും ഷോക്ക്ഡ് ആണെന്നുള്ളതാണ് വേറൊരു കാര്യം.
അതായത് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു, അവരാണ് എല്ലായിടത്തും കയറി ഇടപെട്ട് കാര്യങ്ങൾ നേടുക എന്ന്. പക്ഷെ അവിടെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ താല്പര്യങ്ങൾ ഇന്ത്യ എത്ര വേഗത്തിൽ നടപ്പിലാക്കുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. അരാക്കൻ ആർമിയും ഇന്ത്യയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തതോടെ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം ഷോക്കായി പോയിരിക്കുന്നു എന്ന് കൂടി നമുക്ക് കരുതാൻ പറ്റും. ഇന്ത്യ ഒരു മുഴം മുമ്പേ അറിഞ്ഞു ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാർ സത്യത്തിൽ ഇവിടെ പെട്ട് കിടക്കുകയാണ്. ഇന്ത്യയുടെ ചിക്കൻ നെക്ക് കോറിഡോറിനെ കുറിച്ചൊക്കെ സംസാരിച്ച്, സെവൻ സിസ്റ്റർ സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ച കൂട്ടർക്ക് അവരുടെ നഷ്ടപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും മിണ്ടാനോ പറയാനോ വയ്യാത്ത അവസ്ഥയിലിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബംഗ്ലാദേശ് പട്ടാളം പിൻവാങ്ങുകയാണ്. കാരണം അരാക്കൻ ആർമിയുടെ കയ്യിൽ വെടിക്കെട്ട് ആയുധങ്ങളൊക്കെ ഉണ്ടെന്നാണ് സൂചനകൾ. മാത്രമല്ല, മ്യാൻമാർ സൈന്യം വരെ പിന്മാറിയിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശ് അത്ര വലിയൊരു മിലിറ്ററി പവറൊന്നുമല്ല. എണ്ണത്തിൽ അവർ എണ്ണം കുറച്ചു പേരുണ്ട് എന്നുള്ള ശരിയാണ്, അവരുടെ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട്. പക്ഷെ അരാക്കൻ ആർമിയുടെ യുദ്ധ തന്ത്രങ്ങൾക്കും ഗൊറില്ല പോരാട്ടങ്ങൾക്കും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പല പോസ്റ്റുകളും നഷ്ടപ്പെട്ട് പിന്നോട്ട് പോവുകയാണ് ബംഗ്ലാദേശ് സൈന്യം എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യയുടെ നീക്കങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഡോവൽ ഉൾപ്പെടെയുള്ളവരുടെ നീക്കങ്ങൾ അപ്രതീക്ഷിതമാണെന്ന് തന്നെ കരുതാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.